ബിറ്റ് കോയിനെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ബിറ്റ് കോയിൻ്റെ ഇന്നത്തെ വില ഏകദേശം 96,000 സംതിങ് ഡോളറിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1 കോടി രൂപയുടെ അടുത്ത് ഒരു ബിറ്റ് കോയിൻ്റെ വിലയുണ്ട്. ഒരു 10-15 വർഷം മുമ്പ്, ഒരു 2010 കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, വളരെ കുറച്ച് അപൂർവം ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ബിറ്റ് കോയിൻ എന്നൊരു സാധനമുണ്ട്. ഈ സാധനത്തിന് വില ഇപ്പോൾ 100 രൂപയാണ്, ഇന്ത്യൻ റുപ്പീസ് 100 രൂപയാണ് എന്ന് കേട്ടിട്ടുണ്ടാവും. അന്നത്തെ നമ്മളുടെ ഒരു അഫോർഡബിലിറ്റി വെച്ചിട്ട് ഒരു 10,000 രൂപ ഒരു ബിറ്റ് കോയിൻ മേടിച്ച് വയ്ക്കുന്നതിന് വേണ്ടി മുടക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരു 2010 എന്ന് പറയുന്ന സമയത്ത് ഒരു 10,000 റുപ്യൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പൈസയായിരിക്കും. അന്ന് 10,000 രൂപ മുടക്കിയിരുന്നെങ്കിൽ നമുക്ക് എത്ര ബിറ്റ് കോയിൻ കിട്ടുമായിരുന്നു? 1000 100 ബിറ്റ് കോയിൻ എന്തായാലും കിട്ടും അല്ലേ? 10,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു 100 ബിറ്റ് കോയിൻ എന്തായാലും നമുക്ക് കിട്ടും അല്ലേ? 100 × 100 10,000. അപ്പോൾ നമ്മൾ അന്നൊരു 10,000 രൂപ മുടക്കി ഒരു 100 ബിറ്റ് കോയിൻ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആസ്തി എത്രയായിരിക്കും? നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് 100 കോടി രൂപയായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളന്ന് ബിറ്റ് കോയിൻ മേടിച്ച് വയ്ക്കുന്നത്? അതിൻ്റെ റീസൺ എന്തായിരിക്കും? നമുക്ക് വ്യക്തമായിട്ടൊരു അറിവുണ്ടായിരുന്നില്ല ഈ ഒരു സാധനം ഈ ലെവലിലേക്ക് കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനേക്ക് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരുന്നില്ല. നമുക്കങ്ങനെ പഠിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. റൈറ്റ്? അപ്പോൾ ചുറ്റുപാടും ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ മാത്രം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുന്നില്ല. അറിവ് ലഭിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ അടുത്ത് കിട്ടുന്നില്ല. അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 10,000 രൂപ മുടക്കിയിട്ട് ബിറ്റ് കോയിൻ മേടിച്ച് വെച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇന്ന് നമ്മൾ കോടീശ്വരന്മാരായിട്ടിരിക്കുന്നുണ്ടാവും, ഒരു ഡൗട്ടില്ലാത്ത കാര്യം. അപ്പോൾ നമുക്കപ്പോൾ ശരിക്കും വേണ്ടത് എന്താ? അങ്ങനത്തെ ഒരു അറിവ് കിട്ടലല്ലേ അല്ലേ? ഓരോരുത്തർക്കും ആവശ്യമുള്ളൊരു സാധനമല്ലേ അത്തരത്തിലുള്ളൊരു അറിവ് കിട്ടുക എന്നുള്ളത്. എന്താണ് ക്രിപ്റ്റോ കറൻസി, എങ്ങനെയാണത് വർക്ക് ചെയ്യുക, എപ്പോഴാണിത് വലുതാവുക, എപ്പോഴാണിത് താഴേക്ക് പോവുക, എങ്ങനെയാണത് അനലൈസ് ചെയ്യേണ്ടത്, ഫണ്ടമെൻ്റലായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യണം, ടെക്നിക്കലായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റായിട്ട് പൈസ ഉണ്ടാക്കാനും സാധിക്കും. ഇവിടെ വലിയൊരു വാക്വം കിടപ്പുണ്ട് അല്ലേ? ഇത് പഠിപ്പിക്കാൻ എത്ര സ്ഥലങ്ങളുണ്ട്? അപ്പം നമ്മൾക്ക് മുമ്പിലുള്ളത് വലിയൊരു വൈഡായിട്ടൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രയും ആൾക്കാരെ പഠിപ്പിക്കുന്ന ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കിതിനകത്ത് എന്ത് കിട്ടുന്നത്? എന്താണ് ക്രിപ്റ്റോ കറൻസി, എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി വളരുന്നത്, എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുന്നത്, അതിന് ടെക്നിക്കലായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യണം, അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യണം, ഓരോ ക്രിപ്റ്റോ കറൻസി എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ട ടൂൾസ് ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റും, ആ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും അത് ഉപയോഗിച്ചതിനെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതും പഠിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മാർക്കറ്റ് ആൽഫ ക്വസ്റ്റൻ്റെ മാക്ലോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇത് ഡെവലപ്പ് ചെയ്ത മാർക്കറ്റ് ആൽഫ ക്വസ്റ്റൻ എന്ന് പറയുന്നത് UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഒരു ബേസിക്കലി ഈ സോഫ്റ്റ്വെയർ മേഖലയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ഈ തരുന്ന ഈ ഒരു പ്രൊജക്റ്റിനകത്ത് എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ പഠിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഗ്ലോബൽ ലെവലിൽ റീച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ലോകത്ത് പല ഭാഷകളാണ്. അപ്പോൾ പല ഭാഷകളുള്ള ആൾക്കാർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ലാംഗ്വേജിൽ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇംഗ്ലീഷിലാണ് ഇതിനകത്തെ ട്യൂട്ടോറിയൽസ് എല്ലാം ഉള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ വീഡിയോസും ഇംഗ്ലീഷിലുള്ള വീഡിയോസാണ്. അപ്പോൾ ഈ വീഡിയോസ് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഓഫ് ആൾക്കാരും കൂടി ഉണ്ടാവണം. നല്ലതേ നടക്കുള്ളൂ. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൊള്ളുന്നില്ല, എന്നാൽ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, എന്നാൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരും പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ഇതെല്ലാം കൂടി ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോഴാണ് ഒരു ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ അതിനെന്ത് വേണം? നമ്മൾ ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്കും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് ഒരു അഫിലിയേറ്റ് പ്ലാനും കൂടിയാണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു പവർഫുള്ളായിട്ട് അഫിലിയേറ്റ് പ്ലാനും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു രസം തോന്നണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഗെയിമിഫിക്കേഷൻ ഫാക്ടറും കൂടി വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമ്മളൊരു അവാർഡ് കിട്ടുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ? നമുക്ക് എന്തെങ്കിലും ചെയ്ത് സക്സസ് ആക്കി കഴിഞ്ഞാൽ അവാർഡ് കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നതിൻ്റെ ഒരു നഷ്ടം സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു രസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് മാക് ടോക്കൺസ് എന്ന് പറഞ്ഞിട്ട് ടോക്കൺസ് ഉണ്ട്. നമ്മൾ ഇതിന് അഫിലിയേറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ടോക്കൺസ് കിട്ടും. നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടോക്കൺസ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രേഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കുകയാണെന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നഷ്ടങ്ങൾ വരുത്തുകയാണെങ്കിൽ നമ്മുടെ ടോക്കൺസ് ബേൺ ആയി പോയിക്കൊണ്ടിരിക്കും. പിന്നെ അതേപോലെ പഠിച്ച് എക്സാമിനേഷൻ, അതായത് ഓൾമോസ്റ്റ് 98ഓളം മോഡ്യൂൾസാണ് ക്രിപ്റ്റോൻ്റെയും ഫോറക്സിൻ്റെയും ഉള്ളത്. ഓരോ മോഡ്യൂൾസ് കഴിയുന്ന സമയത്ത് അതിനകത്ത് പരീക്ഷ ഉണ്ടാവും. ആ പരീക്ഷ എഴുതി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ടോക്കൺസ് വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാം. തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോക്കൺസ് നമുക്ക്
നഷ്ടപ്പെടും. അപ്പോൾ ആ പരീക്ഷകൾ നമുക്ക് ഒരു രസമായിട്ട് മാറും. നമുക്ക് ടോക്കൺസ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു രസമായിട്ട് മാറുമ്പോൾ പഠിത്തം ഒന്നുകൂടി രസമാകും. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്കായിട്ട് ട്രേഡ് ചെയ്യാം, ട്രേഡ് ചെയ്ത് ടോക്കൺസ് ഗെയിൻ ചെയ്യാം. ഇനി അതേപോലെ തന്നെ പല ഗെയിംസും കൂടി ഇതിനകത്ത് ഇനിയും ഫർദറായിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്. ഇപ്പോൾ PR ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജസിലാണ്. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് കിട്ടാനായിട്ട് അതിൻ്റെ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെല്ലാം ഉള്ള ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പഠിക്കാനുള്ള ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നൊരു ഡോക്ടറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് ആലോചിക്കും. ഒരു 5 വർഷക്കാലം ഡോക്ടറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എത്രയും നമുക്കറിയാം അല്ലേ. ഇവിടെ ഇത് ഗ്ലോബൽ ലെവലിൽ നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് വരുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആകെപ്പാടെ $1 time $100, ഏകദേശം 9,000 രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഈ പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? സോ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്കൊരു പ്രോഡക്റ്റ്. സെക്കൻഡ്, നമുക്ക് ഇതിനകത്തൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി വരുന്നുണ്ട്. നമ്മൾ $100 മുടക്കി നമ്മൾ ഈ പ്രോഡക്റ്റ് എടുക്കുന്നു, പ്രോഡക്റ്റ് നമുക്ക് പഠിക്കാം, ഉപയോഗിക്കാം, അതൊക്കെ വേറെ കാര്യം. പക്ഷേ നമ്മൾ പഠിക്കുന്നതിനേക്കാട്ടിലേറെ നമ്മൾ കൂടുതൽ പഠിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതൽ പഠിപ്പിക്കുക. പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഇതിൽ താല്പര്യമുള്ള ആൾക്കാരെ നമുക്ക് ഇതിനകത്തേക്ക് അഫിലിയേറ്റ് ചെയ്യാം. അഫിലിയേറ്റ് ചെയ്ത് നമ്മളുടെ റെഫറലിൽ ആരെങ്കിലും ഈ പ്രോഡക്റ്റ് പാക്കേജ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് $30 റെഫറൽ ഇൻകം ആയിട്ട് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 4 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 4 3 12 $120 നമുക്ക് കിട്ടി. നമ്മളുടെ കോഴ്സ് നമുക്ക് ലൈഫ് ലോങ് ഫ്രീ ആയി. 4 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അതിൻ്റെ ബേസിക് റെഫറൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി അതിനകത്തുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്ത് $100 കൊടുത്ത് വരുന്ന സമയത്ത് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് റിന്യൂവലൊക്കെ ഉണ്ട്. പ്രോഡക്റ്റിന് റിന്യൂവൽ ഇല്ലെങ്കിലും ബിസിനസ്സിന് നമ്മൾ $100 മുടക്കി ബിസിനസ്സാണ് ചെയ്യണമെങ്കിൽ അതിൻ്റെ 5 ഇരട്ടിയായിട്ടുള്ള $500 നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ ബിസിനസ് വീണ്ടും റിന്യൂ ചെയ്യണം. അപ്പോൾ അത് റിന്യൂവലൊന്നും പ്രാക്ടിക്കലി എല്ലാവരും പേഴ്സണലി ചെയ്യുന്ന പ്രാക്ടിക്കൽ ഇല്ലാത്തവരുടെ സിസ്റ്റം എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഏത് ഇൻകം ആണെങ്കിലും അതിൻ്റെ 80% നമുക്ക് വിഡ്രോ ചെയ്യാം, 20% അവിടെ ഹോൾഡ് ചെയ്യും. അത് $100 ആവുന്ന സമയത്ത്, അതായത് $500 നമ്മൾ എൺ ചെയ്യുമ്പോൾ $100 ആയി മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം നമ്മളെ റിന്യൂ ചെയ്യുക. അപ്പോൾ ഓരോ $500 വരുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി റിന്യൂഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ റിന്യൂവലിനെ പറ്റി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, സിസ്റ്റം ഓൾറെഡി ഇത് ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് അഫിലിയേഷൻ.